Hi, hello, welcome to Vidyapeetham. This is Nitya, and in this video the topics to be covered the natural resources. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചാണ്. എന്താണ് പ്രകൃതി വിഭവങ്ങളെന്നും ഏതൊക്കെയാണ് ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ Introduction to natural resources. Earth is the only one on which life exists. The resources of the earth are the land, the water and the air. Other resources included fossil fuel, sunlight, wind, minerals, etc. എന്നാണ് ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളൂ. അപ്പോൾ ഭൂമിക്ക് കുറച്ച് വിഭവങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്, വാട്ടർ, എയർ, അതായത് ജലം, കര, വായു. ഇതുകൂടാതെ മറ്റ് വിഭവങ്ങൾ കൂടി ഭൂമിക്കുണ്ട്. അതായത് ഫോസിൽ ഫ്യൂവൽ, സൂര്യപ്രകാശം, കാറ്റ്, മിനറൽസ് എന്നിവയെല്ലാം ഭൂമിയുടെ റിസോഴ്സസ് ആണ്. Biotic factors referred to as living things in the ecosystem, the air, the water and the soil from the non-living or a biotic component of the biosphere. അതായത് എർത്തിൽ രണ്ട് തരത്തിലുള്ള കോമ്പണൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തത്, നോൺ ലിവിങ് തിങ്സ്, അതായത് എയർ, കാറ്റ്, സൂര്യപ്രകാശം, ജലം, മണ്ണ് എന്നിവയെല്ലാം എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്, അല്ലെങ്കിൽ എബയോട്ടിക് കോമ്പണൻസ് ആണ്. ഇനി ബയോട്ടിക് കോമ്പണൻസ് ഉണ്ട്, അതെന്താണ്? ലിവിങ് തിങ്സ് ആണല്ലേ. സോ ബയോട്ടിക് ഫാക്ടേഴ്സ് റെഫർ ടു ആസ് എ ലിവിങ് തിങ്സ് ഇൻ ദ ഇക്കോസിസ്റ്റം. അടുത്ത ടോപ്പിക്കാണ് എയർ ആൻഡ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻ അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് ഗ്യാസസ് ദറ്റ് സറൗണ്ട്സ് എ പ്ലാനറ്റ്. Atmospheric air has 78% nitrogen, 21% of oxygen and 1% of other gases by volume. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഒരു ലെയർ ആണ്. അതിൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ വന്നിട്ട്, അതായത് അന്തരീക്ഷത്തിൽ വന്നിട്ട് 78% നൈട്രജനും 21% ഓക്സിജനും 1% മറ്റു ഗ്യാസസുമാണ് ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം പല എക്സാമുകളിലും നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ആണെന്നും അല്ലെങ്കിൽ ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ആണ് അന്തരീക്ഷത്തിലുള്ളതെന്നും തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദ അറ്റ്മോസ്ഫിയറിക് എയർ ഹാസ് എ 78% ഓഫ് നൈട്രജൻ, 21% ഓഫ് ഓക്സിജൻ ആൻഡ് ദ 1% ഓഫ് അതർ ഗ്യാസസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. എന്താണ് അറ്റ്മോസ്ഫിയറിൻ്റെ റോള്? അതാണ് അടുത്ത ടോപ്പിക്ക്, റോൾ ഓഫ് അറ്റ്മോസ്ഫിയർ. ദ അറ്റ്മോസ്ഫിയർ കീപ്സ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് സ്റ്റഡി. ഇറ്റ് സ്ലോസ് ഡൗൺ ദ എസ്കേപ്പ് ഓഫ് ഹീറ്റ് ഇൻ ടു ഔട്ടർ സ്പേസ് ഡ്യൂറിങ് ദ നൈറ്റ് ആൻഡ് പ്രിവെൻറ്റ് എ സഡൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ ഡേ. എങ്ങനെയാണ് അന്തരീക്ഷം നമ്മളെ സഹായിക്കുന്നത്? പകൽ സമയങ്ങളിൽ ധാരാളം സൂര്യപ്രകാശം നമുക്ക് കിട്ടുകയും അതുകൊണ്ട് തന്നെ താപനില കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ താപനില ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ അന്തരീക്ഷം സഹായിക്കുന്നു. കൂടാതെ രാത്രികാലങ്ങളിൽ സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ താപനില കറക്റ്റായിട്ട് നിലനിർത്തി, അല്ലെങ്കിൽ അതൊരു സന്തുലനാവസ്ഥയിൽ നിലനിർത്തി നമ്മൾക്ക് ചൂട് പകരാൻ സഹായിക്കുന്നു അന്തരീക്ഷം. കൂടാതെ ഇന്ന് നമ്മുടെ അന്തരീക്ഷം നേരിടുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വായു നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ എയർ പൊല്യൂഷൻ ഈസ് എ കോസ്ഡ് ബൈ ദ introduction of pollutants, organic molecules or other unsafe materials into earth atmosphere. Causes man-made sources include composition of fuel, smoke from industries, burning crackers, etc. Natural sources include forest fire, volcanoes, etc. അപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക കാരണവും ഇൻഡസ്ട്രിയൽ അവിടെയുള്ള ഫാക്ടറീസിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക കാരണവും പടക്കം പൊട്ടിക്കുക അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷം
മലിനമാകാറുണ്ട്. കൂടാതെ നാച്ചുറൽ കലാമിറ്റികളായിട്ടുള്ള ഫോറസ്റ്റ് ഫയർ, അതായത് കാട്ടിൽ തീപിടുത്തം, വോൾക്കാനോസ്, അഗ്നിപർവ്വത പൊട്ടിത്തെറി, ഇതെല്ലാം നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാകാറുണ്ട്. ഇത് കാരണം കുറേ എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. കൂടാതെ നമുക്ക് പല പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുമുണ്ട്. അതിലൊന്നാണ് റെസ്പിറേറ്ററി ഡിസീസസ്. നമുക്ക് പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാകും. കൂടാതെ ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ എന്നിവയെല്ലാം എയർ പൊല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ്. കൂടാതെ ozone layer, the next one, ozone layer. The ozone layer is the thin part of the Earth's atmosphere which functions as a shield over Earth's stratosphere and absorbs the greatest amount the sun ultraviolet radiation. The ozone layer comprises high concentration of ozone in relation to other parts of the atmosphere. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു തിൻ ലെയറായിട്ട് കാണപ്പെടുന്നതാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് ഓസോൺ ലെയറിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ ഓസോൺ ലെയർ ഡിപ്ലഷൻ. Ozone layer depletion is the reduction of the amount of ozone in the stratosphere which result in the greater UV radiation reaching the Earth's surface. ഈ ഓസോൺ ലെയറിന് കാലക്രമേണ നാശം സംഭവിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണവും നമ്മുടെ എയർ പൊല്യൂഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഓസോൺ ലെയർ നശിക്കപ്പെടുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നേരെ ഭൂമിയിലെത്തുകയും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസോൺ ലെയർ ഒരു തിൻ പാർട്ടാണ്. കൂടാതെ ഇത് പ്രസൻ്റ് ആയിട്ടുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് അബ്സോർബ് ദ അൾട്രാവയലറ്റ് റേസ്. അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓസോൺ ലെയറിൻ്റെ നാശം കാരണം അൾട്രാവയലറ്റ് രശ്മികൾ നേരെ ഭൂമിയിലെത്തുകയും അത് കാരണം പലവിധ രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. CFCs, that is the chlorofluorocarbon, is an organic compound that contains carbon, chlorine and fluorine. ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിൽ കാർബൺ, ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ എന്ന് പറയുന്ന 3 മൂലകങ്ങൾ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. The next one is greenhouse effect. The greenhouse effect is the natural phenomena which occurs when the greenhouse gases present in the Earth's atmosphere and trap the solar radiation. Carbon dioxide, methane, ozone, chlorofluorocarbons, nitrous oxide and water vapor are called greenhouse gases. ഗ്രീൻഹൗസ് എഫക്റ്റ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഗ്രീൻഹൗസ് ഗ്യാസസ് എന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോൺ, ക്ലോറോഫ്ലൂറോകാർബൺസ്, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പർ എന്നിവയെല്ലാമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രസൻ്റ് ആണ്. ഇത് എന്തിനു സഹായിക്കുന്നു? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന വികിരണങ്ങൾ പ്രതിഫലിച്ച് സ്പേസിലോട്ട് തിരിച്ചു പോകും. പക്ഷേ ഇത് പോകാതെ തടയാൻ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സഹായിക്കുന്നു. സപ്പോസ് ഇത് തിരിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ ഭൂമി കോൾഡ്, അതായത് തണുത്തുറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ ഭൂമിയുടെ താപനില സന്തുലനാവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതായത് തിരിച്ചു പോകാതെ അന്തരീക്ഷത്തിൽ തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ എന്താവും? അധികം ചൂടും അധികം തണുപ്പുമില്ലാതെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്? carbon dioxide, methane, ozone, chlorofluorocarbon, nitrous oxide and water vapor. These greenhouse gases which are help to atmosphere trap the solar radiation. Okay, the greenhouse ഇതെന്ന് പറയുന്നത് ഒരു
നാച്ചുറലായിട്ടൊരു പ്രകൃതി പ്രതിഭാസമാണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അഭാവം മൂലം സൂര്യകിരണങ്ങളെല്ലാം തിരിച്ച് പ്രതിഫലിച്ച് സ്പേസിലോട്ട് പോയി കഴിഞ്ഞാൽ ഭൂമി തണുത്തുറയുകയും ഇവിടെ ഒരു ജീവജാലങ്ങൾ തന്നെ ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാച്ചുറൽ റിസോഴ്സ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. The role of water in everyday life. Water forms 2/3 of our body. It keeps the body temperature normal. It is also for the agriculture purpose, domestic purpose, industrial purpose, etc. Distribution of water on earth. Only 3% of the water on the surface is fresh. Remaining 97% resides in the ocean. വാട്ടർ, അതായത് ജലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. വെള്ളമില്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാനേ സാധിക്കുന്നതല്ല. നമ്മുടെ ശരീരത്തിൽ 2 ഭാഗവും ജലമാണുള്ളത്. കൂടാതെ ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. കൃഷി ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ലോകത്ത് 3% മാത്രമാണ് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളത്. ശുദ്ധജലം 3% മാത്രമാണുള്ളത്. ബാക്കി 97% സ്ലൈൻ വാട്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓഷ്യൻ വാട്ടറാണ്. അതൊരിക്കലും ഫ്രഷ് വാട്ടറല്ല. കൂടാതെ ജലം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ജലമലിനീകരണം. Water pollution is the contamination of water bodies caused by discharging pollutant directly or indirectly into the fresh and clean water bodies without adequate treatment. The main causes of water pollution are urbanization, industries, agriculture, religious and social practices, withdrawal of water and drying up of water bodies. ജലമലിനീകരണം, നമ്മൾ നേരിട്ടോ അല്ലാതെയോ തന്നെ മാലിന്യങ്ങൾ ജലത്തിലോട്ട് തള്ളുന്നു. തന്മൂലം ജലത്തിലുള്ള ജീവികൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആളുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയുക, ഫാക്ടറിയിൽ നിന്നും ഹോട്ടലിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. കടിയിലെ ജലസംഭരണികൾ ലീക്കാകുന്നതും ഈ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. കൂടാതെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നദീതടങ്ങളിൽ നമ്മൾ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പണി കഴിപ്പിക്കുകയും തന്മൂലം ജലം മലിനപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നു. വാട്ടർ പൊല്യൂഷൻ കാരണം നമ്മൾ ഒരുപാട് പ്രോബ്ലംസും നേരിടുന്നുണ്ട്. ജലജീവികൾക്ക് നാശം സംഭവിക്കുന്നു. കൂടാതെ ജലജീവിയുടെ ആവാസ വ്യവസ്ഥയ്ക്കും അവയുടെ ഭക്ഷ്യശൃംഖലയ്ക്കും നാശം സംഭവിക്കുന്നു. ഇതെല്ലാമാണ് ജലമലിനീകരണത്തിനുള്ള കാരണങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും. Thank you for watching and don't forget to subscribe my channel to get more videos and see you soon in the next video. Bye.